ഹലോ സുഹൃത്തുക്കളെ, കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയാത്ത വിധം ഡൽഹിയിലെ ദൃശ്യങ്ങൾ നമ്മുടെ മനുഷ്യത്വത്തെ ചോദ്യം ചെയ്യുമ്പോൾ ആശ്വാസത്തിനായെങ്കിലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ശരിയാണ്, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ എന്ന് കരുതിയാൽ പിന്നെ നമുക്ക് ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കാൻ കഴിയും? എന്നെ സംബന്ധിച്ച് എനിക്കുമുണ്ടൊരു മകൾ. ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകി നല്ല നിലയിൽ അവളെ വളർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെപ്പോലെ ഓരോ വീട്ടിലുമുണ്ടാവും ഇത്തരം സ്വപ്നങ്ങളുമായി ഒരുപാട് രക്ഷിതാക്കൾ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ഫ്യൂച്ചർ വെച്ച് കളിക്കുമ്പോൾ അല്ലെങ്കിൽ നീതികേടുകൾ കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ നമുക്ക് ഒരു കാരണവശാലും കഴിയില്ല. കാരണം ഒരു രാജ്യത്തിൻ്റെ ഭാവി രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗങ്ങളിലല്ല, ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ കഴിവുകളിലാണ്, അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങളിലാണ്. ആ സ്വപ്നങ്ങളെ തകർക്കാൻ അധികാരികൾ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അധികാരത്തിൻ്റെ കരുത്തിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങളെ നിശബ്ദമാക്കാമെന്നത് അധികാരികളുടെ വെറും വ്യാമോഹം മാത്രമാണ്. ഇത് വെറും ഒരു പ്രതിഷേധമല്ല, മറിച്ച് ഒരു തലമുറയുടെ തന്നെ ശബ്ദമാണ്. ആ ശബ്ദമാണ് അവർ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ അനീതിക്കെതിരെ ശബ്ദമുയർത്തുകയും നീതി ഉറപ്പാക്കുന്നത് വരെ ഈ പ്രതിഷേധം തുടരുകയും വേണം. താങ്ക് യു.